വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. ഇന്ന് ഞങ്ങളുള്ളത് കേരള നിയമസഭാ മന്ദിരത്തിന് മുന്നിലാണ്. ഇവിടെ ഈ വർഷത്തെ പുസ്തകോത്സവം നടക്കുകയാണ്. അപ്പൊ അതിനോടനുബന്ധിച്ച് നമുക്ക് പബ്ലിക്കിന് എല്ലാവർക്കും വന്ന് ഇതിൻ്റെ ഉള്ളിൽ കയറി ഫുൾ എക്സ്പ്ലോർ ചെയ്യാനുള്ള പെർമിഷൻ ഒക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ അത് കാണാൻ വന്നിരിക്കുകയാണ്. നിങ്ങളും വായോ. അങ്ങനെ നിയമസഭാ മന്ദിരത്തിലെത്തി ഗാന്ധിജിയുടെ പ്രതിമയും കടന്ന് ഞങ്ങൾ ഉള്ളിലേക്ക് കയറുകയാണ്. പുസ്തകോത്സവത്തിനോടനുബന്ധിച്ച് ഇവിടെ ഒരുപാട് വെറൈറ്റി ബുക്ക് സ്റ്റോൾസ് ഉണ്ട്. ബുക്ക് സ്റ്റോൾസ് മാത്രമല്ല, ഫുഡ് കോർട്ടും 6ഓളം സ്റ്റേജുകളും, ആ സ്റ്റേജുകളിലെല്ലാം വിവിധ ഇനം പ്രോഗ്രാംസും ഒക്കെ നടക്കുന്നുണ്ട്. അതിനു പുറമെ കേരള ബ്ലൈൻഡ് ഫെഡറേഷന്റെ ഒരു സ്റ്റോളും കണ്ടു ഞങ്ങൾ. ഇവിടെ അവർക്ക് ഉപയോഗിക്കാൻ തക്കവണ്ണം സ്പെഷ്യലി ഡിസൈൻ ചെയ്തിട്ടുള്ള ഗെയിംസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതേ കണ്ടില്ലേ? മുന്നോട്ടു പോകുന്തോറും ബുക്കുകളുടെ ഒരു വിശാലമായ കളക്ഷൻ തന്നെയാണ് ഉള്ളത്. എല്ലാ പബ്ലിക്കേഷൻസും അവരുടെ ബുക്സ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ആവശ്യമുള്ളതെടുത്ത് വായിക്കാം, ആവശ്യമുള്ളത് പർച്ചേസ് ചെയ്യാം, അങ്ങനെ എല്ലാത്തിനുമുള്ള സൗകര്യമുണ്ട്. ഞങ്ങൾ അങ്ങനെ ഇതൊക്കെ കണ്ട് മുന്നോട്ട് നടന്നു. ഒരുപാട് സ്കൂളിലെ വിദ്യാർത്ഥികൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഈ എക്സിബിഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഈ എൻട്രൻസിനടുത്ത് കൊടുത്തിരിക്കുന്ന ഈ ആർച്ച് കണ്ടോ? ഈയിടയ്ക്ക് നമ്മളെ വിട്ടുപോയ മഹാനായ കലാകാരൻ ശ്രീനിവാസൻ സാറിന്റെ മെമ്മറിക്കായി ചെയ്തിട്ടുള്ളതാണ് ഇത്. ഇതിൽ എഴുതിയിരിക്കുന്നതെല്ലാം ഇദ്ദേഹത്തിന്റെ ഓരോ സിനിമകളുടെ പേരുകളാണ്. സൈഡിലുള്ളത് അദ്ദേഹത്തിന്റെ ഓരോ കഥാപാത്രങ്ങളുടെ പിക്ചർ. അങ്ങനെ മുന്നോട്ട് പോയപ്പോൾ ഞങ്ങൾ ഒരു സ്റ്റേജിന് മുന്നിലെത്തി. ഇവിടെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. 6ഓളം സ്റ്റേജുകളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. എല്ലാ സ്റ്റേജുകളിലും പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. കലാസാഹിത്യ രംഗത്തെ പ്രമുഖരും രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും ഒക്കെ ഇവിടെ പ്രോഗ്രാംസ് അവതരിപ്പിക്കുന്നുണ്ട്. ഇത് റിസപ്ഷൻ കൗണ്ടറാണ്. എല്ലാ പ്രോഗ്രാംസിന്റെയും ഡീറ്റെയിൽസ് ഇവിടെ നിന്ന് ഇവർ ബുക്ക്ലെറ്റ് ആയിട്ട് തന്നെ നമുക്ക് തരും. ഇതിൽ ലാസ്റ്റ് വരെയുള്ള എല്ലാ പ്രോഗ്രാംസും ചാർട്ടഡ് ആണ്. അതിൽ നിന്ന് നമുക്ക് ഏത് സ്റ്റേജിലേക്കാണ് പോകേണ്ടത് എന്ന് ഈസി ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റും. ബുക്ക് ലവേഴ്സിന് പറ്റിയൊരു ആംബിയൻസ് ആണ് ഇവിടെ ഉള്ളത്. ബുക്സിന്റെ ഒരു ചാകര തന്നെ ഉണ്ട് എന്ന് പറയാം. അത്രത്തോളം ബുക്സ് ആണ്. എത്ര കണ്ടാലും എത്ര വായിച്ചാലും മതിവരാത്തത്രയും ബുക്സ് ഇവിടെ ഉണ്ട്. കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും സ്കൂൾ വിദ്യാർത്ഥികൾ അവരുടെ അധ്യാപകരോടൊപ്പം ഇവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടേയിരുന്നു. കുഞ്ഞുനാളിൽ ഞാനും ഇതുപോലെ നിയമസഭാ മന്ദിരം കാണാൻ വന്നിട്ടുണ്ട് സ്കൂളിൽ നിന്ന്, ടീച്ചേഴ്സിന്റെയും ഫ്രണ്ട്സിന്റെയും ഒക്കെ ഒപ്പം. ഭയങ്കര ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിരുന്നത് അസംബ്ലി ഹാൾ കാണുവാനാണ്. പക്ഷെ പിന്നീടാണ് അറിഞ്ഞത് അതിൻ്റെ ഉള്ളിലെ ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ കഴിയില്ലെന്ന്. അങ്ങനെ ഞങ്ങളുടെ അടുത്ത സ്റ്റേജിലെത്തി. അവിടെയും പ്രോഗ്രാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ പോകുന്നത് അസംബ്ലി ഹാൾ കാണാനാണ്. ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഇവിടുന്ന് നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരാം. അസംബ്ലി ഹാൾ കാണപ്പെടുന്നത് ഇപ്രകാരമാണ്. ഇതിലെ എല്ലാ ഫർണിച്ചറും ചെയ്തിരിക്കുന്നത് നിലമ്പൂർ തേക്ക് കൊണ്ടാണ്. അതുപോലെ ഇതിന്റെ സൈഡ് പാനലിങ്ങും സൗണ്ട് പ്രൂഫിങ്ങും ഒക്കെ ചെയ്തിരിക്കുന്നത് വെസ്റ്റ് ബംഗാളിൽ നിന്നുള്ള ജൂട്ട് ഉപയോഗിച്ചിട്ടാണ്. ഇത്തരത്തിലുള്ള ഗാലറികളിലാണ് പബ്ലിക് ഇരിക്കുന്നത്. ഇങ്ങനെയുള്ള 8 ഗാലറികളാണ് ഇവിടെയുള്ളത്. ഇവിടെയാണ് സ്പീക്കർ ഇരിക്കുന്നത്. സ്പീക്കർ ഇരിക്കുന്നതിന് നേരെ എതിർവശത്തുള്ള ഗാലറിയാണ് VIP ഗാലറി. അവിടെ നിയമസഭാ സമ്മേളനം നടക്കുന്ന സമയത്ത് VIP പാസ് ഉള്ളവർക്ക് മാത്രമേ ഇവിടെ ഇരിക്കുവാൻ സാധിക്കുകയുള്ളൂ. 170 ഹലോജൻ ലൈറ്റ്സ് മുകളിലേക്ക് പ്രകാശിപ്പിച്ച് അവയുടെ റിഫ്ലക്ഷൻ എടുത്താണ് സഭയ്ക്ക് ആവശ്യമുള്ള പ്രകാശം നേടുന്നത്. ഇങ്ങനെ ചെയ്യുന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്തെന്നാൽ ഇത്തരത്തിൽ പ്രകാശം ഉപയോഗിക്കുമ്പോൾ സഭയിൽ നിഴലുകൾ ഉണ്ടാകുന്നില്ല എന്നതാണ്. അടുത്ത പ്രത്യേകത തേച്ചു മിനുക്കപ്പെടാത്ത ഈ റൂഫിനാണ്. K13 സിലിക്കോൺ എന്നറിയപ്പെടുന്ന ഒരു മെറ്റീരിയൽ കൊണ്ടാണ് ഈ റൂഫിന്റെ കോട്ടിംഗ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ പ്രത്യേകത എന്തെന്നാൽ ഇത് നിയമസഭാ മന്ദിരത്തിനുള്ളിൽ എക്കോ ഉണ്ടാവാതിരിക്കാൻ സഹായിക്കുന്നു. അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത K13 എന്ന ഈ കെമിക്കലൈസ്ഡ് സർഫസിന് പല്ലി, പാറ്റ, മാറാല എന്നിവ ഇതിൽ ഉണ്ടാവില്ല എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. ഫ്രണ്ടിൽ സെൻട്രൽ ഡയസിൽ കാണുന്ന കസേര സ്പീക്കറുടേതും അതിനടുത്തായി കാണപ്പെടുന്ന ചെറിയ കസേര സുരക്ഷാ ഉദ്യോഗസ്ഥന്റേതുമാണ്. ഡയസിന് മുന്നിലുള്ള 5 കസേരകളിൽ സെന്ററിലുള്ള ചെയറിൽ നിയമസഭാ സെക്രട്ടറിയാണ് ഇരിക്കുന്നത്. അതിനു മുന്നിലുള്ള ചെയറുകളിൽ റെക്കോർഡ് ചെയ്യുന്നവരാണ് ഇരിക്കുന്നത്. സ്പീക്കറുടെ വലതുവശത്തായിട്ടാണ് ഭരണപക്ഷാംഗങ്ങൾ ഇരിക്കുന്നത്. അതിൽ ആദ്യത്തെ സീറ്റിൽ മുഖ്യമന്ത്രിയും ബാക്കിയുള്ള സീറ്റുകളിൽ മന്ത്രിമാരും MLA മാരും ഇരിക്കുന്നതാണ്. ഇതിനെ ട്രഷറി ബെഞ്ച് എന്നും പറയുന്നു. പ്രതിപക്ഷാംഗങ്ങൾ ഇരിക്കുന്നത് ഇടതുവശത്താണ്. അതിൽ ഫസ്റ്റ് സീറ്റിൽ ഡെപ്യൂട്ടി സ്പീക്കറും രണ്ടാമത്തെ സീറ്റിൽ പ്രതിപക്ഷ നേതാവും തുടർന്ന് ബാക്കി നേതാക്കളുമാണ് ഇരിക്കുന്നത്. ആസ് പെർ ദ ലോ വർഷത്തിൽ 2 പ്രാവശ്യം സഭ കൂടണമെന്നാണ്. എന്നാൽ
അക്കോർഡിംഗ് ടു ദ നീഡ് ഇത് 2-ലധികം പ്രാവശ്യവും കൂടാറുണ്ട്. സ്വാഭാവികമായ സഭയുടെ സമയക്രമം എന്ന് പറയുന്നത് 9 മണി മുതൽ 2 മണി വരെയാണ്. പക്ഷെ ഇതും ആവശ്യങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകാറുണ്ട്. ഇതൊക്കെയാണ് അസംബ്ലി ഹാളിലെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും വന്ന് അസംബ്ലി ഹാൾ വിസിറ്റ് ചെയ്യാവുന്നതാണ്. സഭ നടക്കുന്ന സമയമാണെങ്കിൽ 10 വയസ്സിന് താഴെയുള്ള കുട്ടികളെ അനുവദിക്കുന്നതല്ല. നിയമസഭാ മന്ദിരവും ബുക്ക് സ്റ്റോളും അസംബ്ലി ഹാളും ഒക്കെ കണ്ട് ഞങ്ങളുടെ പുറത്തേക്ക് ഇറങ്ങി. ഇനി നേരെ പോകുന്നത് ഫുഡ് കോർട്ടിലാണ്. വൈഡ് വെറൈറ്റി ഓഫ് ഫുഡ് സ്റ്റോൾസ് ഇവിടെ അവൈലബിൾ ആണ്. എല്ലാം നല്ല ഡിലീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ്. ചിക്കൻ ഫ്രൈ, ഫിഷ് കറി, ചിക്കൻ കറി, പല വെറൈറ്റി പായസം, അതുപോലെ ബിരിയാണി, പിന്നെ സ്നാക്സ് ഐറ്റംസ്, മിൽമയുടെ ഐസ്ക്രീം കൗണ്ടേഴ്സ്, അങ്ങനെ ഒത്തിരി വെറൈറ്റി സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഇതാണ് വനസുന്ദരിയും ദോശയും. ആഹാ, വമ്പൻ ടേസ്റ്റ് ആയിരുന്നു. ഫുഡ് കോർട്ടിൽ നിന്ന് തിരികെ വന്നപ്പോൾ കുട്ടികളൊക്കെ ടീച്ചേഴ്സിനോടൊപ്പം ഇവിടെ ഇരുന്ന് ഗ്രൂപ്പ് ഫോട്ടോസ് എടുക്കുകയായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നിയമസഭാ മന്ദിരത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ലഭിച്ച പരിമിതമായ അറിവുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്തത്. കഴിയുമെങ്കിൽ നിങ്ങളും പോവുക. വിശാലമായ പാർക്കിംഗ് സ്പേസ് അവൈലബിൾ ആണ്. ജാനുവരി 13 വരെയാണ് പ്രോഗ്രാംസ് ഉള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.